ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ബൃഹൻ മുംബൈ കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിക്കാൻ ശിവസേന ഷിൻഡെ വിഭാഗം. എന്നാൽ പാർട്ടിയിൽ നിന്ന് തന്നെയാകും മേയർ എന്ന നിലപാടിലാണ് ബി.ജെ.പി. ജനുവരി 26-ന് ശേഷമാകും മേയർ സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഒന്നിച്ചെങ്കിലും മഹായുദ്ധ സഖ്യത്തിന്റെ മുന്നേറ്റത്തിൽ കാൽനൂറ്റാണ്ടിലധികമായി കൈവശം വെച്ച രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ കോർപ്പറേഷൻ ശിവസേനയ്ക്ക് നഷ്ടപ്പെടുകയായിരുന്നു. രാകേഷ് വിവരങ്ങളുമായി ചേരും. രാകേഷ്, അതുതന്നെയാണ് പ്രധാനം. കാരണം ശിവസേനയ്ക്ക് സംസ്ഥാന ഭരണമില്ല എങ്കിൽ പോലും മുംബൈ കോർപ്പറേഷൻ എന്നുള്ളത് ഏതാണ്ട് അതിന് സമാനമായ ഒരു അധികാര പദവിയായിരുന്നു. അത്ര വലിയ സമ്പന്നമായ വലിയൊരു കോർപ്പറേഷൻ അതുകൂടി നഷ്ടപ്പെടുമ്പോൾ സംസ്ഥാനത്ത് ശിവസേന എന്ന പ്രസ്ഥാനത്തിന്റെ അടിവേരിളകുകയാണ്. രഞ്ജിത്ത്, ശിവസേനയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം അഭിമാന പ്രശ്നമായിരുന്നു അവർക്ക് BMC എന്ന് പറയുന്നത്. അതുകൊണ്ടുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് എല്ലാ വൈരവും മറന്നുകൊണ്ട് ഇത്തവണ രാജ് ഠാക്കറെയും ഉദ്ധവ് ഠാക്കറെയും ഒന്നിച്ചത്. പ്രത്യേകിച്ച് മറാഠി വോട്ടുകളെ ഒന്നിച്ചു നിർത്തുക എന്ന ലക്ഷ്യമൊക്കെ തന്നെ അതിലുണ്ടായിരുന്നു. കാരണം 38% മുംബൈയിലെ മറാഠി വോട്ടുകൾ. പക്ഷേ ഈ രണ്ട് കൂട്ടരും ഒന്നിച്ചിട്ടും അത് മഹായുദ്ധി സഖ്യത്തിൻ്റെ മുന്നേറ്റം തടയാൻ കഴിഞ്ഞില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കാരണം ശിവസേനയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. 227 വാർഡുകളിൽ 65 മാത്രമാണ് ശിവസേനയ്ക്ക്, അതായത് ഉദ്ധവ് ഠാക്കറെ വിഭാഗം ശിവസേനയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മറുവശത്ത് BJP 88 സീറ്റുകളിലാണ് വിജയിച്ചിട്ടുള്ളത്. ഷിൻഡെ വിഭാഗം ശിവസേന അവർക്ക് 29 വാർഡുകളിൽ വിജയിക്കാൻ സാധിച്ചു. അവർ 53 വാർഡുകളിലാണ് ജയിച്ചിരുന്നത്. അതിൽ 29 ജയിക്കാൻ അവർക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഞങ്ങളാണ് യഥാർത്ഥ ശിവസേന എന്ന് സ്ഥാപിക്കാൻ ഒരിക്കൽ കൂടി ഷിൻഡെയ്ക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷിൻഡെ വിഭാഗത്തിനും BJPക്കും സംസ്ഥാനത്ത് തിരിച്ചടി ഉണ്ടായെന്നുള്ള വസ്തുതയാണ്. പക്ഷേ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വലിയ മുന്നേറ്റം നടത്തുകയും ഭരണം നിലനിർത്തുകയും ചെയ്തു. ഇപ്പോൾ BMC ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കൂടി അത് ആവർത്തിക്കുമ്പോൾ യഥാർത്ഥ ശിവസേന ഞങ്ങൾ തന്നെയാണ് സ്ഥാപിക്കാൻ ഒരിക്കൽ കൂടി ഏക്നാഥ് ഷിൻഡെയ്ക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അതുതന്നെയാണ് ഇപ്പോൾ ഏക്നാഥ് ഷിൻഡെ ആയുധമാക്കാൻ പോകുന്നതും. അതായത് BJP ആവർത്തിക്കുന്നത് ആദ്യമായി പാർട്ടിയിൽ നിന്നൊരു മേയർ മുംബൈ ഭരിക്കുമെന്ന് BJP അവകാശപ്പെടുന്നു. പക്ഷേ അങ്ങനെ ഏകപക്ഷീയമായി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാണ് ഷിൻഡെ വിഭാഗം നേതാക്കൾ ആവർത്തിക്കുന്നത്. കാരണം മേയർ സ്ഥാനത്തിനായി സ്വാഭാവികമായും അവർ അവകാശവാദം ഉന്നയിക്കും. അത്തരം സൂചനകളാണ് നേതാക്കൾ നൽകുകയും ചെയ്യുന്നത്. കാരണം 114 പേരുടെ പിന്തുണയാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. BJPക്ക് 88 കൗൺസിലർമാരാണുള്ളത്. 88 വാർഡുകളിലാണ് അവർ വിജയിച്ചിട്ടുള്ളത്. അതായത് 26-27 കൗൺസിലർമാരുടെ പിന്തുണ കൂടി അവർക്ക് വേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും 29 എന്ന് പറയുന്ന ഷിൻഡെയുടെ നമ്പർ, അങ്ങനെ കിങ് മേക്കർ ആകാൻ ഷിൻഡെയ്ക്ക് സാധിക്കും. ആ ആയുധം തന്നെയാണ് ഷിൻഡെ ഉപയോഗിക്കാൻ പോകുന്നത്. കാരണം 2024 അദ്ദേഹം നേരത്തെ ശിവസേനയെ പുലർത്തിക്കൊണ്ട് അവിടെ NDA സർക്കാർ ഉണ്ടാക്കുമ്പോൾ ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടായിരുന്നു BJP അത്തരമൊരു നീക്കം നടത്തിയതെങ്കിൽ 2024 അതായിരുന്നില്ല സാഹചര്യം. അവിടെ ദേവേന്ദ്ര ഫഡ്നവിസ് എന്ന് പറയുന്ന BJP നേതാവ് വീണ്ടും മുഖ്യമന്ത്രിയാകുന്നതാണ് കണ്ടത്. ആ ഒരു അനുഭവം ശിവസേനയ്ക്ക് മുന്നിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് മേയർ പദവിക്കായി ശിവസേന അവകാശവാദം ഉന്നയിക്കുന്നത്. കാരണം ഏകപക്ഷീയമായി വിട്ടുകൊടുക്കുന്നത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ അല്ലെങ്കിൽ അണികൾക്കിടയിൽ അത് എതിരായ വികാരമുണ്ടാക്കും എന്നൊരു തോന്നൽ ഏതായാലും ഷിൻഡെ വിഭാഗത്തിനുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മേയർ സ്ഥാനത്തിനായി അവർ അവകാശവാദം ഉന്നയിക്കുന്നത്. ഒന്നുകിൽ മേയർ സ്ഥാനം വേണം, അല്ലെങ്കിൽ വീതം വെക്കണം എന്നൊരാവശ്യം കൂടി ഷിൻഡെ വിഭാഗം മുന്നോട്ട് വയ്ക്കും. ഏതായാലും അതിന് BJP വഴങ്ങാനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ വളരെ കുറവാണ്. പ്രത്യേകിച്ച് 2014 ശേഷമുള്ള മഹാരാഷ്ട്രയുടെ ചരിത്രം, NDAയുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ശിവസേനയ്ക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതാണ് BJP സ്ഥാപിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ ഉദ്ധവ് ഠാക്കറെ മുന്നണി വിട്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണം പോലും BJP വെല്ലേട്ടൻ ചമയുന്നു എന്നുള്ള അവരുടെ ആരോപണമാണ്. ഏതായാലും 26-ന് ശേഷമായിരിക്കും ചർച്ചകൾ നടക്കുക. കാരണം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ് വിദേശ പര്യടനത്തിൽ പോവുകയാണ്. അദ്ദേഹം മടങ്ങിയെത്തിയതിനു ശേഷം 26-ന് ശേഷം പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ BJP നേതാക്കൾ അറിയിക്കുന്നത്. രാകേഷ് വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.